ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. നെയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 ഞാൻ ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു. നമ്മൾ ഡിസ്റ്റിലേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും നമ്മൾ പറയുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ. This technique is applied to separate substances which are steam volatile and are immiscible with water. വാട്ടർ ആയിട്ട് മിക്സ് ആവാത്തതും എന്നാൽ സ്റ്റീമും വോളറ്റൈലും ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ലേ. സ്റ്റീമിന്റെ കൂടെ പുറത്ത് വരുന്ന കോമ്പൗണ്ട്സ് ഉണ്ട്, വാട്ടർ ആയിട്ട് മിക്സ് ആവാത്ത കോമ്പൗണ്ട്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. In steam distillation, steam from a steam generator is passed through a heated flask containing the liquid to be distilled. അപ്പൊ എന്താണ് നമുക്ക് വേണ്ട ഡിസ്റ്റിൽ ചെയ്യേണ്ട ലിക്വിഡ് നമ്മളൊരു ഫ്ലാസ്കിൽ എടുക്കുന്നു. എന്നിട്ട് എന്താണ് അതിലൂടെ നമ്മൾ സ്റ്റീം പാസ് ചെയ്ത് വിടും. സ്റ്റീം ജനറേറ്റർ സ്റ്റീം ഉണ്ടാക്കിയിട്ട് ആ സ്റ്റീം നമ്മൾ അതിൻ്റെ കൂടെ പാസ് ചെയ്തു. ഓക്കെ. സ്റ്റീം ആൻഡ് ദി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കണ്ടൻസ്ഡ് ആൻഡ് കളക്റ്റഡ്. എന്നിട്ടാണ് ഈ പറയുമ്പോൾ ഈ സ്റ്റീം വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് സ്റ്റീമിന്റെ കൂടെ പുറത്ത് വരും, പക്ഷെ അത് വാട്ടർ ആയിട്ട് മിക്സ് ആവത്തില്ല, ഇമ്മിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ സ്റ്റീം നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് എടുക്കും അല്ലെ, കണ്ടൻസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് എടുക്കും. ദ വാട്ടർ ഈസ് ലേറ്റർ സെപ്പറേറ്റഡ് ഫ്രം വാട്ടർ യൂസിങ് എ സെപ്പറേറ്റിംഗ് ഫണൽ. എന്നിട്ട് തന്നെ ഈ വാട്ടർ നമ്മൾ എന്താണ് അതിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കും. സെപ്പറേറ്റിംഗ് ഫണൽ വെച്ച് നമ്മൾ വാട്ടർ ചെയ്ത്, അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് നമുക്കൊരു വെസൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ നമ്മൾ സ്റ്റീം പാസ് ചെയ്ത് വിടും. സ്റ്റീം പാസ് ചെയ്ത് വരുമ്പോൾ സ്റ്റീമിന്റെ കൂടെ നമ്മുടെ കോമ്പൗണ്ട് സ്റ്റീം ഓൾറെഡി ആയതുകൊണ്ട് നമ്മുടെ സ്റ്റീമിന്റെ കൂടെ നമ്മുടെ കോമ്പൗണ്ട് പുറത്ത് വരും ഇല്ലേ. പക്ഷെ ഇത് സ്റ്റീമായിട്ട് മിക്സ് ആകത്തില്ല, വാട്ടർ ഇമ്മിസിബിൾ ആണ്. എന്നിട്ട് നമ്മളിത് കണ്ടൻസ് ചെയ്തെടുക്കും അല്ലേ. കണ്ടൻസ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതൊരു കളക്ട് ചെയ്യും. ഈ മിക്സർ ഇപ്പൊ നമുക്ക് എന്താ നമ്മുടെ വേണ്ട ലിക്വിഡും ഉണ്ട്, വാട്ടറും കാണും അല്ലേ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരു ഫണലിൽ ഒഴിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കും. നമ്മുടെ കണ്ണിൽ രണ്ടും കൂടെ ഉണ്ട്. എന്താണ് ഈ വാട്ടർ മൊത്തം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനം നമ്മുടെ ലിക്വിഡ് മാത്രമേ കാണത്തുള്ളൂ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ ലിക്വിഡ് ബോയിൽസ് വെൻ ദി സം ഓഫ് വേപ്പർ പ്രഷർ ഡ്യൂ ടു ഓർഗാനിക് ലിക്വിഡ് ആൻഡ് ഡ്യൂ ടു വാട്ടർ ബിക്കംസ് ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ എന്താണ് അവിടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെസലിൽ നമ്മുടെ ലിക്വിഡും സ്റ്റീമും കൂടെ മേലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ വേപ്പർ പ്രഷറിന്റെ സമ്മ് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ എന്താണ് അത് മേലോട്ട് ബോയിൽ ചെയ്ത് വരും. ഓക്കെ, ഇവിടെ ഓർഗാനിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ഇവിടെ P1 എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, വാട്ടറിൻ്റെത് P2 എന്ന് എടുത്തു. അപ്പൊ P1 പ്ലസ് P2 P അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ നമ്മുടെ വോളറ്റൈൽ ലിക്വിഡ് മേലേക്ക് എന്താണ് അതിന്റെ ഗേഷ്യസ് ഫോമിലേക്ക് മാറും. ഓക്കെ, സിൻസ് P1 is lower than the P, the organic liquid vaporizes lower temperature than its boiling point. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമുക്കറിയാം ഈ P1 P2 കൂടെ സമ്മാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയത്. സാധാരണ ഈ P1 എന്ന സാധനം മറ്റേ വാട്ടർ വേപ്പർ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആകുമ്പോഴായിരുന്നു അത് വേപ്പറൈസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ കേസിൽ എന്താണ് അത് രണ്ടിന്റെയും കൂടെ വേപ്പർ പ്രഷർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വോളറ്റൈൽ ലിക്വിഡ് അതിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും താഴെയുള്ള ഒരു ടെമ്പറേച്ചറിലായിരിക്കും വേപ്പറൈസ് ചെയ്ത് മേളിലേക്ക് വരുന്നത്. ഓക്കെ, thus if one of the substances in the mixture is water and the other a water insoluble substance, then the mixture will boil close to but below 373 Kelvin. ഇപ്പൊ എന്താ നമുക്ക് ഇവിടെ ഈ കേസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തുന്നതുകൊണ്ട് ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് വാട്ടർ ആണ്, മറ്റേ കോമ്പൗണ്ടിന്റെ ഒരു വാട്ടർ ഇമ്മേഴ്സിബിൾ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ മിക്സ്ചർ എന്താണ് 373 അടുത്തുള്ള ഒരു ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. പക്ഷെ അതിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കും രണ്ടും കൂടെ ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, a mixture of water and the substance is obtained which can be separated using a separating funnel. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കണ്ടൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മിക്സ്ചറിൽ നമ്മുടെ വാട്ടർ നമ്മുടെ സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മൾ ഫണലിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇതിന്റെ എക്സാമ്പിൾ, ഇത് നമ്മൾ ചെയ്യുന്ന എക്സാമ്പിൾ ആരാണ്? അനിലീൻ വാട്ടർ മിക്സ്ചറിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ? when an organic compound is present in an aqueous medium, it is separated by shaking it with an organic solvent in which it is more soluble than in water. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്? വാട്ടർ സോൾബിൾ ആയിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ആ സൊല്യൂഷൻ നമ്മൾ എന്താണ് ഒരു ഓർഗാനിക് സോൾവെന്റിൽ ഇടും. ഈ ഓർഗാനിക് സോൾവെന്റ് പ്രത്യേകത എന്താണ്? ഈ ഓർഗാനിക് സോൾവെന്റിലാണ് നമ്മൾക്ക് വേണ്ട കോമ്പൗണ്ട് വാട്ടറിനേക്കാളും കൂടുതൽ സോലുബിൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഗാനിക് സോൾവെന്റിലേക്ക് നമ്മൾ ഇതിട്ട് മിക്സ് ചെയ്യും.
The organic solvent and the aqueous solution should be immiscible with each other so that they form two distinct layers which can be separated by separating funnel. അപ്പൊ എന്താണ് ഈ ഓർഗാനിക് സോൾവെന്റ് എന്തായിരിക്കണം, നമ്മുടെ വാട്ടറുമായിട്ട് ഇൻമിസിബിൾ ആയിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് ഇത് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആലോചിക്കാം, നമ്മുടെ വെസലില് നമ്മുടെ അക്വസ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിന് മേളിലേക്ക് നമ്മൾ നമ്മുടെ ഓർഗാനിക് സോൾവെന്റ് ഒഴിച്ചു. ഓക്കെ, അപ്പൊ ഈ ഓർഗാനിക് സോൾവെന്റ് ഈ വാട്ടറായിട്ട് ഇൻമിസിബിളും ആണ്, മാത്രമല്ല നമ്മുടെ വേണ്ട സാധനം ഈ ഓർഗാനിക് സോൾവെന്റ് കൂടുതൽ സോലിബിൾ ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ വാട്ടറിലുള്ള നമ്മുടെ സൊല്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ഇതിലേക്ക് പോകും, ഈ ഓർഗാനിക് സോൾവെന്റിലേക്ക് പോകും. കാരണം ആ ഓർഗാനിക് സോൾവെന്റിലാണ് കൂടുതൽ സോലിബിൾ. എന്നിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് പോയി അവിടെ പോയി ഡിസോൾവ് ആവും. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലിൽ ഒഴിച്ച് ഈ രണ്ട് ലെയറിനെയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട കോമ്പൗണ്ടിനെ ഈ ഓർഗാനിക് സോൾവെന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ദി ഓർഗാനിക് സോൾവെന്റ് ഇസ് ലേറ്റർ റിമൂവ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓർ ബൈ ഇവാപറേഷൻ ടു ഗെറ്റ് ബാക്ക് ദി കോമ്പൗണ്ട്. എന്നിട്ട് എന്താണ് ഈ ഓർഗാനിക് സോൾവെന്റ് നമ്മൾ ഡിസ്റ്റിലേഷൻ വഴിയോ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ വഴിയോ നമ്മൾ ഈ ഓർഗാനിക് സോൾവെന്റിനെ കളയുന്നു. അപ്പൊ നമുക്ക് പ്യുവർ കോമ്പൗണ്ട് നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. Differential extraction is carried out in a separatory funnel as shown in figure 8.10. ആണ് ഇവിടെ തന്നെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അക്വസ് ലെയറിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്, അതിന് മേലെ നമ്മുടെ സോൾവെന്റ് ഒഴിച്ചു, ഓർഗാനിക് സോൾവെന്റ് ഒഴിച്ചു. ഇപ്പൊ എന്താണ് ഇവിടെ നിന്നുള്ള സൊല്യൂട്ട് ഷേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള സൊല്യൂട്ട് നമ്മുടെ ഓർഗാനിക് സോൾവെന്റിൽ പോയി അവിടെ ഡിസോൾവ് ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലിൽ വെച്ച് ഇത് നമ്മൾ തുറന്നു വിടും. ഇത് നമ്മൾ തുറന്നു വിടുന്നത് ഇതുവരെ ഈ ബ്ലൂ ലെയർ മൊത്തത്തിൽ അല്ലെങ്കിൽ വാട്ടർ ലെയർ മൊത്തത്തിൽ പുറത്ത് പോകുന്നവരെ നമ്മൾ തുറന്നു വിടും. എന്നിട്ട് ആ ഓർഗാനിക് സോൾവെന്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, if the organic compound is less soluble in the organic solvent, a very large quantity of the solvent will be required to extract even a small quantity of the compound. അപ്പൊ എന്താണ് നമുക്ക് എടുക്കുന്ന ഓർഗാനിക് സോൾവെന്റിൽ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സോലിബിലിറ്റി വളരെ കുറവായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സോൾവെന്റ് എടുക്കേണ്ടി വരും. എന്തിനാ, ചെറിയൊരു ക്വാണ്ടിറ്റി ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് ഓർഗാനിക് സോൾവെന്റ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദ ടെക്നിക് ഓഫ് കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ. സോലിബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ സോൾവെന്റ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് പയ്യെ അതിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഒരു എന്താണ് ഈ സോൾവെന്റ് നമുക്ക് വീണ്ടും ഒരു സൈക്കിളിലൂടെ നമ്മൾ വീണ്ടും കടത്തിവിടാണ്. അല്ലാണ്ട് അത്രയും ക്വാണ്ടിറ്റി ഓഫ് സോൾവെന്റ് നമുക്ക് എന്താണ് എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്നതല്ല. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ക്രൊമാറ്റോഗ്രഫി. Chromatography is an important technique extensively used to separate mixtures into their compounds, purify compounds and also test the purity of compounds. അപ്പൊ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മിക്സ്ചറിനെ അതിന്റെ സെപ്പറേറ്റ് കോമ്പോണന്റ് ആക്കി മാറ്റാനും കോമ്പൗണ്ട്സിനെ പ്യൂരിഫൈ ചെയ്യാനും എന്താണ് കോമ്പൗണ്ട്സിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത്. The chromatography is based on the Greek word chroma. അപ്പൊ എന്താണ് ക്രോമാറ്റോഗ്രഫി എന്ന ഗ്രീക്ക് വേർഡ് ആണ്. ക്രോമ എന്ന് വെച്ചാൽ കളർ. Since the method was first used for the separation of colored substances. കാരണം ആദ്യം colored substancesനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിച്ചിരുന്നത്. In this technique, the mixture of substances is applied onto a stationary phase. അപ്പൊ നമുക്ക് വേണ്ട മിക്സർ അല്ല, നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ഇമ്പ്യൂരിറ്റി രണ്ടും കൂടെ എന്താണ് ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ സ്റ്റേഷനറി ഫേസ് എന്താ സോളിഡ് ആവാം ലിക്വിഡ് ആവാം, അതിലേക്ക് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സറിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നു. A pure solvent, a mixture of solvents or a gas is allowed to move slowly over the stationary phase. അപ്പൊ എന്താണ് ഈ സ്റ്റേഷനറി ഫേസിന്റെ മേളിലൂടെ ഒരു പ്യുവർ സോൾവെന്റോ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് സോൾവെന്റോ അല്ലെങ്കിൽ ഗ്യാസോ ഏതെങ്കിലും അതിന്റെ പുറത്തുകൂടി നമ്മൾ പയ്യെ കടത്തിവിടും. The components of the mixture get gradually separated from one another. നമ്മൾ ഈ മേലോട്ട് നമ്മൾ കടത്തി വിട്ടല്ലോ ഒരു പ്യുവർ സോൾവെന്റോ മിക്സ്ചർ ഓഫ് സോൾവെന്റോ ഗ്യാസോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊബൈൽ ഫേസ്. അപ്പൊ ഈ സാധനം സ്റ്റേഷനറി ഫേസിനൂടെ ഇങ്ങനെ പുറത്തോട് ഇങ്ങനെ പയ്യെ പോകുമ്പോൾ ഓരോ കോമ്പണന്റും പയ്യെ സെപ്പറേറ്റ് ചെയ്ത് ഈ മൊബൈൽ ഫേസിന്റെ കൂടെ നീങ്ങി തുടങ്ങും. ഓക്കെ, based on the principle involved, chromatography is classified into different categories. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാം. അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്താ നോക്കാം.
Adsorption chromatography is based on the fact that different compounds are absorbed on an absorbent to different degrees. ഇപ്പൊ എന്താണ് നമുക്കൊരു അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ലേ, എന്റെ ഒരു സർഫസിലേക്ക് ഒരു പാർട്ടിക്കിളിനെ പിടിച്ചു നിർത്തുന്ന ഫിനോമിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പല പാർട്ടിക്കിൾസ് ഒരു അബ്സോർബന്റിന്റെ മേളിൽ പല എക്സ്റ്റെന്റിലാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പൊ ആ അബ്സോർപ്ഷന്റെ എക്സ്റ്റെന്റിന് ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ഇവിടെ ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്. കോമൺലി യൂസ് അബ്സോർബൻസ് ആർ സിലിക്ക ജെൽ ആൻഡ് അലൂമിനിയം. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന അബ്സോർബൻസ് ഏതൊക്കെയാണ്? സിലിക്ക ജെല്ലും അലൂമിനിയം ആണ്. When a mobile phase is allowed to move over a stationary phase, the components of the mixture move by varying distances over the stationary phase. അപ്പൊ നമുക്കിവിടെ രണ്ട് തരം അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി പറയാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കോളം ക്രോമാറ്റോഗ്രഫിയും രണ്ട് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. ഇപ്പൊ കോളം ക്രോമാറ്റോഗ്രഫി എന്താ നോക്കാം. കോളം ക്രോമാറ്റോഗ്രഫി ഇൻവോൾവ് സെപ്പറേഷൻ ഓഫ് എ മിക്സ്ചർ ഓവർ എ കോളം ഓഫ് അബ്സോർബന്റ് പാക്ഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. The column is fitted with a stopcock at its lower end. The mixture absorbed on absorbent is placed on top of the absorbent column, packed in a glass tube. An appropriate eluent, which is a liquid or a mixture of liquids, allowed to flow down the column slowly. Depending on the degree to which the compounds are absorbed, complete separation takes place. അപ്പോൾ ഇനി ഇവിടെ എന്താണ് നമുക്കൊരു ഗ്ലാസ് ട്യൂബിൽ നമ്മൾ അബ്സോർബന്റ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ആദ്യം നമ്മുടെ ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുന്നു, അതിനകത്ത് നമ്മുടെ അബ്സോർബന്റ് ഒഴിക്കുന്നു. ഓക്കെ, അബ്സോർബന്റ് ആണ് ഇവിടുത്തെ എന്ത് സ്റ്റേഷനറി ഫേസ് ഉള്ളൂ. ഓക്കെ, ഇതിന് മേളിലേക്ക് നമുക്ക് വേണ്ട മിക്സ്ചർ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ മേളിൽ അതിന് മിക്സ്ചറിന് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ആലോചിക്കുക, നമ്മുടെ സോൾവെന്റ് ഒഴിക്കുന്നവരെ ഇവിടെ മൂവ്മെന്റ്, നമ്മുടെ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ നടക്കത്തില്ല. അതിന് മേളിലേക്ക് നമ്മുടെ സോൾവെന്റ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫേസ് നമ്മൾ ഒഴിക്കുന്നു. ഓക്കെ, ഈ മൊബൈൽ ഫേസ് എന്ത് ചെയ്യുന്നു? ഈ മിക്സ്ചറിലേക്ക് വരുന്നു, എന്നിട്ട് ഈ സ്റ്റേഷനറി ഫേസിലേക്ക് കടന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പയ്യെ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ മിക്സ്ചറിൽ എന്താണ്? മിക്സ്ചറിൽ നമുക്ക് 2-3 കമ്പോണന്റ് ഉണ്ട്. ഈ 2-3 കമ്പോണന്റ് എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ വേറെ വേറെയാണ് ഈ സോൾവെന്റിൽ. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? സോറി, നമ്മുടെ അബ്സോർബന്റിലെ അബ്സോർപ്ഷന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് വേറെ വേറെയാണ്. അപ്പൊ ഇതെന്താണ്? ഈ സോൾവെന്റ് മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സും കൂടെ രണ്ടും കൂടെ താഴേക്ക് ഈ അബ്സോർബന്റിലേക്ക് എത്തുന്നു. അബ്സോർബന്റിലേക്ക് എത്തുമ്പോൾ എന്താണ്? കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന കോമ്പൗണ്ട് അത് മേലെ തന്നെ നിൽക്കും. പക്ഷെ കുറവ് അബ്സോർപ്ഷൻ നടക്കുന്ന സാധനങ്ങൾ എന്താണ്? ഇച്ചിരി കൂടെ താഴേക്ക് വരും. ഏറ്റവും അതിനും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന ആൾക്കാർ, അബ്സോർപ്ഷൻ കുറഞ്ഞ ആൾക്കാർ ഏറ്റവും താഴെ വരും. അപ്പൊ എന്താണ്? എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ അനുസരിച്ച് നമ്മുടെ മിക്സ്ചർ എന്താണ്? പല പല ഇതേപോലെ നോക്കാം. നമ്മുടെ A+B+C ആയിരുന്നു നമ്മുടെ മിക്സ്ചർ ഉണ്ടായിരുന്നത്. ഇവിടെ എക്കാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത്, അതുകൊണ്ട് അത് മേലെ നിൽക്കും. B+Cക്ക് അതിലും കാട്ടിയും കുറവാണ്. ഓക്കെ, പിന്നെ ബി സി നോക്കുമ്പോൾ ബിക്കാണ് സിനെക്കാൾ ഇച്ചിരി കൂടെ അബ്സോർപ്ഷൻ ഉള്ളത്, അത് ഇപ്പം നടക്കുന്നു. സിക്കാണ് ഏറ്റവും അബ്സോർപ്ഷൻ കുറവുള്ളത്, അത് ഏറ്റവും താഴെ വരും. അതിലേക്ക് ഏറ്റവും അബ്സോർപ്ഷൻ കുറഞ്ഞ സാധനമായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതും ഏറ്റവും താഴെ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫി വെച്ച് മിക്സ്ചേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ദ മോസ്റ്റ് റെഡിലി അബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ റീറ്റെയിൻ നിയർ ദി ടോപ്പ് ആൻഡ് അതർ കം ഡൗൺ ടു വേരിയസ് ഡിസ്റ്റൻസ് ഇൻ ദി കോളം. അപ്പൊ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന സാധനങ്ങളായിരിക്കും കോളത്തിന്റെ ഏറ്റവും മേളിൽ ഉണ്ടാവുക. ഏറ്റവും കുറവുള്ളത് അതിലും കുറവുള്ളത് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, the glass plate is then placed in a closed jar containing the eluent. As the eluent rises, ഇത് അതിന്റെ അല്ല. ഓക്കെ, അടുത്ത നമ്മൾ പറയാനുള്ളത് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. അപ്പൊ നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫി പറഞ്ഞു. അപ്പൊ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്താ നോക്കാം. Thin layer chromatography is another type of absorption chromatography which involves separation of substances of a mixture over a thin layer of an absorbent coated on a glass plate. അപ്പൊ എന്താ, നമ്മുടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു. ആ ഗ്ലാസ് പ്ലേറ്റിന്റെ മേലേക്ക് നമ്മളൊരു തിൻ ലെയർ ഓഫ് അബ്സോർബന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അബ്സോർബന്റ് ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തിക്നെസ് ആണ്. 0.2 മില്ലിമീറ്റർ, ഒരു മില്ലിമീറ്ററിന്റെ 1/5 അത്രയും തിൻ ലെയർ ഓഫ് അബ്സോർബന്റ് നമ്മൾ അതിന്റെ മേലെ കൊടുക്കുന്നു. ഇവിടെ അബ്സോർബന്റ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിലിക്ക ജെല്ലോ അലൂമിനിയം ആയിരിക്കും ഇതിനകത്ത് നമ്മൾ കോട്ട് ചെയ്യുന്നത്. The plate is known as thin layer chromatography plate or chroma plate. അപ്പൊ നമ്മൾ ഈ ലെയർ നമ്മൾ എന്താണ്, ഈ ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേറ്റ് എന്താണ് സൈഡ് നമ്മൾ വിളിക്കുന്ന എന്താണ്, ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ വിളിക്കുന്ന പേര് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി പ്ലേറ്റ് അല്ലെങ്കിൽ ക്രോമ പ്ലേറ്റ് എന്നാണ്. The solution of the mixture to be separated is applied as a small spot about 2 centimeter above one end of the TLC plate. നമ്മൾ TLC പ്ലേറ്റ് ഉണ്ട്, ആ TLC പ്ലേറ്റിന്റെ ഒരു എൻഡിൽ നിന്ന് 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറി നമ്മൾ
മുക്കി വയ്ക്കുമ്പോൾ ഇത് ഇമേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ് TLC പ്ലേറ്റ് ഇമേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ലൈനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, അതായിരിക്കും നമ്മുടെ ബേസ് ലൈൻ. അപ്പൊ എന്താ ചെയ്യുക, ഈ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി പ്ലേറ്റിലൂടെ നമ്മുടെ സോൾവെന്റ് ഇങ്ങനെ മേലേക്ക് കയറി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫേസ് സ്റ്റേഷനറി ഫേസിലൂടെ ഇങ്ങനെ മേലേക്ക് കടന്നു വരും. ഇപ്പൊ കടന്നു പോകുമ്പോൾ എന്താണ്, ഇത് നമ്മുടെ സാമ്പിളിലൂടെ കടന്നു പോകും. അപ്പൊ ആ സാമ്പിളിലുള്ള ഓരോ കമ്പോണന്റ് അതിന്റെ അബ്സോർപ്ഷന്റെ എക്സ്റ്റെന്റ് വെച്ച് ഏറ്റവും കൂടുതൽ അബ്സോർബന്റ് ഉള്ളത് കുറച്ച് മേലോട്ട് പോകും, ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളത് കുറച്ച് മേലോട്ട് പോകും, ഏറ്റവും കുറവ് അബ്സോർപ്ഷൻ ഉള്ളത് നമ്മുടെ സോൾവെന്റ് കൂടെ ഓൾമോസ്റ്റ് മേലെ വരെ വരും. ഓക്കെ. As the element rises up, the components of the mixture move up along with the element to different distance depending on the degree of absorption and separation takes place. The relative absorption of each component of the mixture is expressed in terms of the retardation factor value. അപ്പൊ നമുക്ക് എന്താണ്, ഓരോ കമ്പോണന്റിന്റെയും അബ്സോർപ്ഷന്റെ റിലേറ്റീവ് അബ്സോർപ്ഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് റിട്ടാർഡേഷൻ ഫാക്ടറിൽ RF വാല്യൂ വെച്ചാണ്. അപ്പൊ RF വാല്യൂ എന്താണ്, RF is equal to distance moved by the substance from the baseline by distance moved by the solvent from the baseline. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ബേസ് ലൈൻ ഉണ്ട്, ഈ ബേസ് ലൈനിൽ നിന്ന് നമ്മൾ നോക്കുന്ന സബ്സ്റ്റൻസ്, ഓക്കെ, നമുക്ക് തന്നേക്കുന്ന മിക്സറിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ്, ആ കമ്പോണന്റ് എത്ര മൂവ് ചെയ്തു ബേസ് ലൈനിൽ നിന്ന്, അത് നമ്മൾ X ആയിട്ട് എടുക്കും. ഓക്കെ. പക്ഷെ നമ്മുടെ സോൾവെന്റ് ബേസ് ലൈനിൽ നിന്ന് എത്ര മൂവ് ചെയ്തു, അതാണ് ഇവിടെ Y ആയിട്ട് എടുത്തിരിക്കുന്നത്, അത് Y. അപ്പൊ X/Y അതായിരിക്കും നമുക്ക് റിട്ടാർഡേഷൻ ഫാക്ടർ തരുന്നത്. ഓക്കെ. അപ്പം സെപ്പറേറ്റ് ആവുന്ന ഓരോ കമ്പോണന്റിനും നമുക്ക് റിട്ടാർഡേഷൻ ഫാക്ടർ കണ്ടുപിടിച്ച് അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ നമുക്ക് പറയാം. അപ്പൊ എക്സ്റ്റെന്റ് എന്താണ്, ഈ റിട്ടാർഡേഷൻ ഫാക്ടർ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്, കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്, എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ കുറവായിരിക്കും. കാരണം എന്താ, ഈ X വാല്യൂ കൂടിയാല് അല്ലേ RF വാല്യൂ എന്താണ്, X വാല്യൂവിന് എന്താണ് പ്രൊപ്പോർഷണൽ ആണ്. X വാല്യൂ കൂടുക എന്ന് വെച്ചാൽ എന്താർത്ഥം, അതിനർത്ഥം എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ കുറവാണ്, എന്നാലേ ഇത് കൂടുതൽ ബേസ് ലൈനിൽ നിന്ന് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ. The spots of colored compounds are visible on TLC plate due to their original color. അപ്പൊ നമ്മുടെ ഓരോ കമ്പൗണ്ട് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കണം. അപ്പൊ ആ ഒറിജിനൽ കളർ നമുക്ക് മൂവ് ചെയ്യുന്ന അവിടെ അറിയാൻ പറ്റും. ഓക്കെ. The spots of colorless compounds which are invisible to the eye but flourish in ultraviolet light can be detected by putting the plate under ultraviolet light. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, കളേർഡ് അല്ലാത്ത, കാണാൻ പറ്റാത്ത, പക്ഷെ അതിൽ അവർക്ക് ഫ്ലൂറസൻസ് ഉണ്ടെങ്കിൽ, UV ലൈറ്റിൽ ഫ്ലൂറസൻസ് ഉള്ള കമ്പോണൻസ് ആണെങ്കിൽ നമ്മൾ എന്ത്, ഈ പ്ലേറ്റ് UV ലൈറ്റിന് അടിയിൽ വെച്ച് നമുക്ക് എത്ര മൂവ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. Another detection technique is to place the plate in a covered jar containing a few crystals of iodine. Spots of compounds which absorb iodine will show up as brown spots. ഇപ്പൊ വേറൊരു മെത്തേഡാണ്, ഈ നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ്, അയഡിൻ ക്രിസ്റ്റൽസ് ഉള്ള ഒരു ജാറിൽ നമ്മൾ വെക്കുന്നു. ഓക്കെ. എന്നിട്ട് ഈ കമ്പോണൻസ് എന്ത് ചെയ്യുന്നു, അയോഡിൻ അബ്സോർബ് ചെയ്ത് ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതും എന്താണ്, വേറൊരു ഡിറ്റക്ഷൻ മെത്തേഡാണ്. Sometimes an appropriate reagent may also be sprayed on the plate. ഇപ്പൊ എന്താണ്, ചില സമയത്ത് നമുക്ക് ചില റിയേജൻസ് എന്താണ് ഈ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്സ് മേ ബി ഡിറ്റക്ടഡ് ബൈ സ്പ്രേയിങ് ദി പ്ലേറ്റ് വിത്ത് നിൻഹൈഡ്രജൻ സൊല്യൂഷൻ. നിൻഹൈഡ്രജൻ സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്താൽ അമിനോ ആസിഡ്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത നമുക്ക് പറയാനുള്ളത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. അപ്പൊ നമ്മളിപ്പം അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി രണ്ടെണ്ണം പറഞ്ഞു, കോളം ക്രോമാറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. നോക്കാം, നമ്മൾ അബ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിലെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ, ഇപ്പൊ എന്താണ് കോളം ക്രോമാറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമാറ്റോഗ്രഫിയും പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയാണ്. അത് നമ്മളിവിടെ പറയാൻ പോകും. Partition chromatography. Partition chromatography is based on continuous differential partitioning of components of a mixture between stationary and mobile phases. Paper chromatography is a type of partition chromatography. In paper chromatography, a special quality paper known as chromatography paper is used. From partition chromatography യുടെ എക്സാമ്പിൾ ആണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Chromatography paper contains water trapped in it which acts as the stationary phase. അപ്പൊ നമ്മുടെ chromatography paper എന്നുള്ള സാധനമായിരിക്കും ഉപയോഗിക്കപ്പെടുക. ആ ക്രോമാറ്റോഗ്രഫി പേപ്പറിനകത്ത് എന്താണ്, വാട്ടർ ഉണ്ട്. അപ്പൊ ക്രോമാറ്റോഗ്രഫി പേപ്പറിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് എന്ത് ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. A strip of chromatography paper spotted at the base with the solution of the mixture is suspended in a suitable solvent or a mixture of solvents. As this solvent acts as the mobile phase
The solvent rises up the paper by capillary action and flows over the spot. The paper selectively retains. ഇപ്പൊ ഇവിടെ എന്താണ് ഇവിടെ the paper selectively retains different components according to their differing partition in two phases. നമുക്ക് ഇവിടെ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ് കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഫേസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ കോമ്പോണൻസ് രണ്ട് ഫേസ് വരുമ്പോൾ ഡിഫറെന്റ് എക്സ്റ്റെന്റിലാണ് ഈ രണ്ട് സോൾവെന്റിലും ഈ രണ്ട് ഫേസിൽ അവരുടെ കൂടെ പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ക്രോമറ്റോഗ്രഫി പേപ്പറിനകത്ത് വാട്ടർ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ക്രോമറ്റോഗ്രഫി പേപ്പറിന്റെ ബേസിൽ നമ്മൾ നമ്മുടെ വേണ്ട മിക്സർ ഒരു സ്പോട്ട് ആയിട്ട് നമ്മൾ ഇടുന്നു. എന്നിട്ട് അതൊരു സോൾവെന്റിൽ നമ്മൾ ഹാങ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എന്താണ് സിമിലർ ക്രോമറ്റോഗ്രഫി പറഞ്ഞ ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു. അപ്പൊ എന്താണ് ഈ സോൾവെന്റ് ഈ പേപ്പറിലൂടെ നമ്മൾ മേലേക്ക് വരുന്നു. എന്താണ് കാപ്പിലറി ആക്ഷൻ വഴി മേലേക്ക് പോകുന്നു. അപ്പൊ പോകുമ്പോൾ എന്താണ് ഈ മിക്സറിന് കൂടെ പാസ് ചെയ്ത് മേലോട്ട് പോകുന്നു. ഓക്കെ, the paper selectively retains different components according to their differing partition in two phases. അപ്പൊ എന്താണ് ഈ ഫേസിലേക്കുള്ള ആ ഫേസ് എന്താണ് ഓരോ ഫേസ് ആയിട്ടുള്ള അഫിനിറ്റി അനുസരിച്ച് എന്താണ് ഇവര് സെപ്പറേറ്റ് ചെയ്ത് മേലേക്ക് പോകുന്നു. എന്നിട്ട് എന്താണ് ഓരോ കമ്പോണന്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നു. The paper strips so developed is known as a chromatogram. The spots of the separated colored compounds are visible at different heights from the position of initial spot on the chromatogram. The spots of the separated colorless compounds may be observed either under ultraviolet light or by use of an appropriate spray reagent as discussed under thin layer chromatography. ഇവിടെ എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അവിടെ ഉപയോഗിച്ചിരുന്ന എന്താണ് സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ഇവിടെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നത് ഇവിടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിനകത്തുള്ള വാട്ടർ ആണ്. മൊബൈൽ ഫേസ് നമ്മൾ താഴെ വയ്ക്കുന്ന സോൾവെന്റിൽ അവിടെ വെച്ചാൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഡിറ്റക്ഷന് വേണ്ടി ഓരോ മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ അവിടെ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നു. കളേർഡ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. പിന്നെ ഫ്ലൂറസെൻസ് UV വിത്ത് ഫ്ലൂറസെൻസ് വരുന്നുണ്ടെങ്കിൽ UV ലൈറ്റ് നമുക്ക് നോക്കാം. പിന്നെ അയോഡിൻ പറഞ്ഞിരുന്നു. പിന്നെ അതല്ല ചില എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത് റിയേജന്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ അമിനോ ആസിഡ്സ് നമ്മൾ ഇൻഹൈഡ്രേറ്റ് സൊല്യൂഷൻ വെച്ച് പറഞ്ഞു. അപ്പൊ അതേപോലെ ഇവിടെയും അങ്ങനെ പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിലെ ഓരോ ആറ്റംസിന്റെ ഡിറ്റക്ഷൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the elements present in organic compounds are carbon and hydrogen. ഇപ്പൊ കാർബണും ഹൈഡ്രജൻ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും എന്തായാലും ഉണ്ടാവും. In addition to these, they may also contain oxygen, nitrogen, sulfur, halogens and phosphorus. അപ്പൊ നമുക്ക് വേറെ കോമ്പൗണ്ട്സ് ഡിറ്റക്ട് നമ്മൾ പഠിക്കുന്നത് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഫോസ്ഫറസ് ഒക്കെയാണ്. ഇതൊക്കെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. Carbon and hydrogen are detected by heating the compound with copper 2 oxide. Carbon present in the compound is oxidized to carbon dioxide and hydrogen to water. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എന്താണ് കോപ്പർ ഓക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ കോപ്പർ ഓക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ കാർബൺ ഓക്സിഡേഷൻ സംഭവിച്ച് കാർബൺ കോപ്പർ ആയിട്ട് മാറും. കോപ്പർ അല്ല, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. പിന്നെ ഹൈഡ്രജൻ എന്തായിട്ട് മാറും ഇവിടെ എന്താണ് വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറും. ഇത് ഉണ്ടായോ ഇല്ലയോ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? ഈ ഉണ്ടായ CO2 ഇവിടെ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടില്ല. പ്രൊഡക്ട്സിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ കടത്തിവിടും. ലൈം വാട്ടറിലോട്ട് കടത്തി വിടുമ്പോൾ എന്ത് പറ്റും? ലൈം വാട്ടറിൽ ടർബിഡിറ്റി ഡെവലപ്പ് ചെയ്താൽ അതിനർത്ഥം എന്താണ് അവിടെ CO2 ഉണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ കിട്ടുന്ന പ്രൊഡക്ട്സ് നമ്മൾ കോപ്പർ സൾഫേറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന് ബ്ലൂ കളർ സൊല്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അവിടെ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിൽ നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അവിടെ വാട്ടർ മോളിക്യൂളിന്റെ പ്രസൻസും ഉണ്ട്. ഓക്കെ, കാരണം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ എന്താണ് ബ്ലൂ ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ എന്താ അവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ബ്ലൂ കളർ കിട്ടുന്നത്. ഓക്കെ, ലൈം വാട്ടറിലൂടെ കടത്തിലും ടെർബിഡിറ്റി ഉണ്ടെന്ന് എന്താ നോക്കാം. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. CO2 കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഈ കാൽഷ്യം കാർബണിന്റെ പ്രസിഡിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ടെർബിഡിറ്റി ഉണ്ടാകുന്നത്. പിന്നെ CuSO4 5H2 ഉണ്ടാകുന്നത്, അതും അതിന്റെ കളറാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. നമ്മൾ കാർബണിന്റെയും ഹൈഡ്രജൻ ഡിറ്റക്ഷൻ കോപ്പർ ഓക്സൈഡേഷൻ ആണ് ചെയ്യുന്നത്. വേറെ ബാക്കി എലമെന്റ്സിന്റെ ഡിറ്റക്ഷൻ എങ്ങനെ നോക്കാം. Hydrogen, sulfur, halogens and phosphorus present in organic compounds are detected by Lassaine's test. അപ്പോൾ Lassaine's test വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എലമെന്റ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നോക്കാം. The elements present in the compound are converted from covalent form into the ionic form by fusing the compound with sodium metal. ഇപ്പൊ എന്താണ് ഇവര് ഡയറക്ട്ലി സോഡിയം മെറ്റലുമായിട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ചെയ്യുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക.
ഓക്കെ, ഇപ്പൊ നൈട്രജൻ ഉണ്ടെങ്കിൽ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തായാലും ഒബിയസ്ലി കാർബൺ കാണും. ഇപ്പൊ നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം മെറ്റലായിട്ട് ഈ കാർബൺ നൈട്രജൻ കൂടെ ഫ്യൂസ് ചെയ്ത് എന്താണ് അവിടെ NaCN ഉണ്ടാകും. അതേപോലെ അതിനകത്ത് സൾഫർ ഉണ്ടെങ്കിൽ എന്താണ് Na2S ഉണ്ടാവുന്നു. അതേപോലെ ഹാലജൻസ് ഉണ്ടെങ്കിൽ അത് സോഡിയം ഹാലൈഡ് ആവും. അപ്പൊ ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി cyanide, sulfur and halide of sodium formed on sodium fused extracted from the fused mass by boiling with the distilled water. അന്ന് നമുക്ക് കിട്ടിയ ആ ഫ്യൂസ്ഡ് പ്രോഡക്റ്റ് എന്താണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് ബോയിൽ ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പൊ ആ കിട്ടിയ എക്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഈ സാധനങ്ങൾ വാട്ടറിലൂടെ ബോയിൽ ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടി അല്ലേ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്ത് ഏതുണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. അത് നൈട്രജന്റെ ടെസ്റ്റ് ആണ് പറയുന്നത്. The sodium fusion extract is boiled with iron sulfate and then acidified with concentrated sulfuric acid. The formation of Prussian blue colors confirm the presence of nitrogen. ഇപ്പൊ എന്താണ് അയൺ സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഇടുമ്പോൾ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടിയാൽ അത് നൈട്രജന്റെ പ്രസൻസ് കാണിക്കും. ഓക്കെ, അപ്പൊ റിയാക്ഷൻ എങ്ങനെ നടക്കും നോക്കും. സോഡിയം സയനൈഡ് ഫസ്റ്റ് റിയാക്ട്സ് വിത്ത് അയൺ സൾഫേറ്റ് ആൻഡ് ഫോം സോഡിയം ഹെക്സാസൈനോഫെറൈറ്റ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ സയനൈഡ് അയണും Fe കൂടെ ചേർന്ന് നമുക്ക് സോഡിയം ഹെക്സാസൈനോഫെറൈറ്റ് അയോൺ ഇവിടെ ഫോം ചെയ്യുന്നു. ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് സം iron 2 ions അല്ലെങ്കിൽ ferrous ions are oxidized to ferric ions which react with the sodium hexacyanide to produce iron 3 hexacyanide. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ഈ അയോൺ ഹെക്സാസൈനൈഡോഫെറൈറ്റ് അയോൺ എന്താണ് കുറച്ച് Fe3+ അയോണുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് അയൺ 3 ഹെക്സാസൈനൈഡോഫെറൈറ്റ് 2 അയോൺ അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ Fe ഇത് 3+ ആണ്, അകത്തുള്ളത് 2+ ആണ്. ഈ കോംപ്ലക്സ് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ അത് സയനൈഡ് ഉണ്ടാവും. നമ്മൾ ഫ്യൂഷൻ നടത്തുമ്പോൾ ആ സയനൈഡ് അയോൺ എന്താണ് ഫെറസ് അയോണായിട്ട് റിയാക്ട് ചെയ്ത് ഹെക്സാസൈനൈഡോഫെറൈറ്റ് അയോൺ ഉണ്ടാകുന്നു. ആ ഹെക്സാസൈനൈഡോഫെറൈറ്റ് അയോൺ എന്താ നമ്മുടെ Fe3+ അയോണായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കോംപ്ലക്സ് തരുന്നു. ആ കോംപ്ലക്സ് ആണ് നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ. പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് ടെസ്റ്റ് ഫോർ സൾഫർ ആണ് പറയുന്നത്. ദി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ലെഡ് അസറ്റേറ്റ് ഈസ് ആഡഡ് ടു ഇറ്റ്. അപ്പൊ എന്താ നമ്മുടെ ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ സൾഫർ ഉണ്ടെങ്കിൽ അതെന്താണ് അസറ്റിക് ആസിഡ് വെച്ച് അസിഡിഫൈ ചെയ്ത് നമ്മൾ ലെഡ് അസിറ്റേറ്റ് അതിനകത്തോട്ട് ആഡ് ചെയ്തു. അപ്പൊ ലെഡ് അസിറ്റേറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ലെഡ് സൾഫൈഡ് ഉണ്ടാകുന്നു. ലെഡ് സൾഫൈഡിന്റെ കളറാണ് ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കളർ നമുക്ക് അവിടെ കിട്ടിയാൽ എന്താണ് അതിനർത്ഥം അവിടെ സൾഫർ ഉണ്ടെന്നാണ്. അവിടെ സൾഫൈഡ് അയോണും ലെഡ് അയണും കൂടെ റിയാക്ട് ചെയ്ത് ലെഡ് സൾഫൈഡ് തരും. അതാണ് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. അതാണ് ഒരു മെത്തേഡ്. ഈ രണ്ടാമത് സൾഫർ മെത്തേഡുള്ള സൾഫറിന്റെ ഡിറ്റക്ഷൻ ഉള്ള മെത്തേഡാണ് ഓൺ ട്രീറ്റിംഗ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വിത്ത് സോഡിയം നൈട്രോപ്രോസൈഡ്. അപ്പിയറൻസ് ഓഫ് എ വയലറ്റ് കളർ ഫർദർ ഇൻഡിക്കേറ്റ്സ് ദി പ്രസൻസ് ഓഫ് സൾഫർ. അപ്പൊ എന്താണ് നമ്മൾ സൾഫൈഡ് അയോൺ സോഡിയം നൈട്രോപ്രോസൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് നമുക്കൊരു വയലറ്റ് കളർ കോംപ്ലക്സ് തരുന്നു. അതും സൾഫറിന്റെ ടെസ്റ്റ് ആണ്. ഓക്കെ, in case nitrogen and sulfur both are present in an organic compound, sodium thiocyanate is formed. It gives blood red color and no Prussian blue since there are no free cyanide ions. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ സയനൈഡ് അയോൺ എന്താണ് സയനൈഡ് അയോൺ ആയിട്ട് എന്താണ് ഹെക്സാസൈനൈഡോഫെറൈറ്റ് അയോൺ ഒക്കെ ഉണ്ടായി. അത് Fe3+ റിയാക്ട് ചെയ്ത് പ്രഷ്യൻ ബ്ലൂ കളർ തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇൻ കേസ് നമ്മുടെ കോമ്പൗണ്ടിൽ എന്താണ് നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ അത് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും ആദ്യം സോഡിയം തയോസൈനേറ്റ് ഉണ്ടാവും. ആ സോഡിയം തയോസൈനേറ്റ് എന്ത് ചെയ്യുന്നു Fe3+ റിയാക്ട് ചെയ്ത് നമുക്കൊരു ബ്ലഡ് റെഡ് കളേർഡ് കോംപ്ലക്സ് ആണ്. അപ്പം പ്രഷ്യൻ ബ്ലൂ കളർ തന്നാൽ ഇവിടെ നൈട്രജൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലഡ് റെഡ് കളറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം അവിടെ നൈട്രജനും സൾഫറും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ സോഡിയം ഫ്യൂഷൻ is carried out with excess of sodium, the thiocyanate decomposes to yield cyanide and sulfide. These ions give their usual test. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ഫ്യൂഷൻ നടത്തുന്നത് എന്താണ് എക്സസ് ഓഫ് സോഡിയം വെച്ചാണെങ്കിൽ അവിടെ നമുക്ക് രണ്ടും കിട്ടും, NaCN-ഉം Na2S-ഉം കിട്ടും. അപ്പൊ എന്താണ് ഇവര് അവരുടെ രണ്ട് ടെസ്റ്റുകളും ഇവര് തരും. വെച്ചാൽ നമ്മുടെ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും,
ഇപ്പൊ നമ്മുടെ ഈ വയലറ്റ് കളറും കിട്ടും ഓരോ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത ടെസ്റ്റ് ഫോർ ഹാലജൻസ്. The sodium fusion extract is acidified with nitric acid and then treated with silver nitrate. അപ്പൊ എന്താണ് നമ്മൾ നൈട്രിക് ആസിഡ് പ്ലസ് സിൽവർ നൈട്രേറ്റ് നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആയിട്ട് കിട്ടുന്നു. A white precipitate soluble in ammonium hydroxide shows the presence of chlorine. A yellowish precipitate sparingly soluble in ammonium hydroxide shows the presence of bromine, and a yellow precipitate insoluble in ammonium hydroxide shows the presence of iodine. അപ്പൊ നമുക്ക് എന്താണ് ഹാലജൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, അത് NH4OH നല്ലപോലെ സോലുബിൾ ആണെങ്കിൽ അതെന്തായിരിക്കും, ക്ലോറിന്റെ ആയിരിക്കും. ഇനി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, അത് NH4OH നല്ല സോലുബിൾ ആണ്, സോറി സ്പെയറിംഗ്ലി സോലുബിൾ ആണ്. രണ്ട്, ഇൻസോലുബിൾ ആണ്. സ്പെയറിംഗ്ലി സോലുബിൾ ആണെങ്കിൽ നമുക്ക് ബ്രോമിനും, ഇൻസോലുബിൾ ആണെങ്കിൽ നമുക്ക് അയഡിനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ കിട്ടുന്ന HNO3 AgNO3 ആണ് നമ്മൾ ഇട്ടത്. അപ്പൊ HNO3 AgNO3 നമ്മൾ ഇട്ടു, ആ ഹാലജൻ സിൽവർ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഒരു സിൽവർ ഹാലൈഡ് തരുന്നു. If nitrogen or sulfur is also present in the compound, the sodium fusion extract is first boiled with the concentrated nitric acid to decompose cyanide or sulfide of sodium formed during Lesson's test. These ions would otherwise interfere with the silver nitrate test for halogen. അപ്പൊ നമുക്ക് വേണ്ട കോമ്പൗണ്ടിൽ നൈട്രജൻ സൾഫർ ഉണ്ടെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ, ആദ്യം നമ്മൾ ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മൾ എക്സസ് ഓഫ് നൈട്രിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. എന്തിനാണ്, നമുക്ക് അവിടെ ഉണ്ടായ സയനൈഡ് അയണും സൾഫൈഡ് അയണും ഒക്കെ ഡീകമ്പോസ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പൊ എന്താണ്, നമുക്ക് ബാക്കി നമ്മുടെ എക്സ്ട്രാക്റ്റിൽ ഹാലജൻസ് മാത്രമേ കാണൂ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ എന്താണ് മറ്റേ അയോൺസും കയറി ഇന്റർഫിയർ ചെയ്ത് നമുക്ക് ടെസ്റ്റിൽ നല്ല പോസിറ്റീവ് കിട്ടത്തില്ല. അടുത്ത ടെസ്റ്റ് ഫോർ ഫോസ്ഫറസ്. The compound is heated with an oxidizing agent. ഇത് നമ്മൾ സോഡിയം പെറോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ സോഡിയം പെറോക്സൈഡ് വെച്ച് ആദ്യം ഹീറ്റ് ചെയ്യുന്നു. The phosphorus present in the compound is oxidized to phosphate. The solution is boiled with nitric acid and then treated with ammonium molybdate. A yellow coloration or precipitate indicates the presence of phosphorus. അപ്പൊ അത് നമ്മുടെ കോമ്പൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു പെറോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്ത് നമ്മൾ അതിനെ ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് Na3PO4. ആ Na3PO4 നമ്മൾ എന്ത് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്തു, നമുക്ക് H3PO4 കിട്ടി. ആ H3PO4 നമ്മൾ എന്താണ് അമോണിയം മോളിബ്ഡേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അമോണിയം മോളിബ്ഡേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് കിട്ടും. ഇതൊരു യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് തരും. ഓക്കെ, അപ്പം യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നമുക്ക് ഇവിടെ ഫോസ്ഫറസ് പ്രസൻസ് നമുക്ക് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ആറ്റത്തിന്റെ ഡിറ്റക്ഷൻ പഠിച്ചു അല്ലെ, കാർബൺ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഫോസ്ഫറസ്, ഇത്രയും എലിമെന്റ്സിന്റെ ഡിറ്റക്ഷൻ നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആറ്റം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്രയുണ്ടെന്ന് നമ്മൾ കണക്കൂട്ടുന്നത്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Quantitative analysis of compounds is very important in organic chemistry. It helps chemists in the determination of mass % of elements present in a compound. അപ്പൊ എന്താണ്, നമുക്ക് എന്തിനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്? ഓരോ കോമ്പൗണ്ടിലും ഓരോ ആറ്റത്തിന്റെ മാസ് പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിന്റെ ആവശ്യം. ഈ മാസ് പെർസെന്റേജ് കിട്ടിയാലേ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും അതിന്റെ സ്ട്രക്ചറിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. The percentage composition of elements present in organic compound is determined by the following methods. അപ്പൊ ആദ്യം കാർബണിന്റെയും ഹൈഡ്രജന്റെയും ക്വാണ്ടിറ്റി അനാലിസിസ് നോക്കാം. Both carbon and hydrogen are estimated in one experiment. A known mass of an organic compound is burned in the presence of oxygen and copper 2 oxide. Carbon and hydrogen in the compound are oxidized to carbon dioxide and water respectively. അപ്പം നിങ്ങൾ നേരത്തെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ കാർബൺ ഹൈഡ്രജൻ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ കോപ്പർ 2 ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കോപ്പർ 2 ഓക്സൈഡിന്റെ പ്രസൻസ് നമ്മൾ ഓക്സിജനിൽ ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ CO2 H2 കിട്ടും. ഓക്കെ, the mass of water produced is determined by passing the mixture through a weighed U-tube containing anhydrous calcium chloride. Carbon dioxide is absorbed in another U-tube containing concentrated solution of potassium hydroxide. These tubes are connected in series
The increase in mass of calcium chloride and potassium hydroxide gives their amount of water and carbon dioxide from which the percentages of carbon hydrogen are calculated. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കമ്പഷൻ നടത്തുന്നു. കമ്പഷൻ നടത്തുമ്പോൾ എന്ത് പറ്റുന്നു? കമ്പഷൻ നടത്തുമ്പോൾ നമുക്ക് ട്യൂബിലൂടെ CO2 H2 കൂടെ പോകും. H2 കൂടെ ഉണ്ടാകുന്ന ഇതിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ഇതിനെ ഒരു അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ഉള്ള ട്യൂബിൽ കൂടെ പാസ് ചെയ്യും. അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ട്യൂബിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ മിക്സറിലുള്ള CO2 + H2 ആണ് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ്. ഇവിടുത്തെ H2O ഇവിടെ നിൽക്കും. ഇപ്പൊ ബാക്കിയുള്ള CO2 എന്തോവും? ബാക്കിയുള്ള CO2 നമ്മുടെ KH സൊല്യൂഷനിലൂടെ പോകും. അപ്പൊ അവിടെ CO2 നമ്മുടെ KOH പിടിച്ചു നിർത്തി ബാക്കിയുള്ള ഓക്സിജൻ ഇതിലൂടെ കടന്നു. അപ്പൊ നോക്കുക, അപ്പൊ നമുക്ക് ഈ യൂട്യൂബിലുള്ള അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡിന്റെയും KOHന്റെയും വെയിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇത് കടത്തി വിടുന്നതിന് മുമ്പുള്ള വെയിറ്റ് നമുക്ക് അറിയാം. അപ്പൊ ഇത് കടത്തി വിട്ട് കഴിയുമ്പോഴുള്ള വെയിറ്റ് നമുക്ക് കിട്ടിയാൽ ഓരോന്നിലുള്ള CO2ന്റെയും H2ന്റെയും വാട്ടർ എത്ര വന്നു എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം ആലോചിക്കുക, നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന കാൽഷ്യം ക്ലോറൈഡിന്റെ വെയിറ്റ് 100 ഗ്രാം ആയിരുന്നു ആലോചിക്കുക. ഇല്ലേ, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 106 ഗ്രാമായി ഇതിന്റെ വെയിറ്റ് എങ്കിൽ അതിനർത്ഥം എന്തായി? ഇവിടെ 6 ഗ്രാം വാട്ടർ കയറി. അതേപോലെ തന്നെ ഇവിടെയും എത്ര CO2 കയറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വാട്ടർ എത്ര CO2 ഉണ്ടായി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് എത്ര വാട്ടർ എത്ര CO2 ഉണ്ടായി നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ്? പെർസെന്റേജ് ഓഫ് കാർബൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ പെർസെന്റേജ് ഹൈഡ്രജൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. Let the mass of organic compound be m gram. Mass of water and carbon dioxide produced be m1 and m2 respectively. ഓക്കെ, അപ്പം നമ്മൾ വാട്ടറിന്റെ വെയിറ്റ് നമ്മളിവിടെ ഉണ്ടായ വാട്ടറിന്റെ വെയിറ്റ് m1 എന്ന് എടുക്കുന്നു, CO2ന്റെ വെയിറ്റ് m2 എന്ന് എടുക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ CO2 എടുക്കുകയാണ്. CO2 എടുക്കുമ്പോൾ എന്താണ്? ടോട്ടൽ മാസ് നമുക്ക് മോളിക്കുലർ മാസ് 44 ആണ് നമുക്കറിയാം, അല്ലേ? ഗ്രാം മോളിക്കുലർ മാസ് നമുക്ക് 44 ഗ്രാം ആണെന്നറിയാം. അതിനകത്ത് കാർബണിന്റെ വെയിറ്റ് എത്രയാണ്? കാർബൺ ഒറ്റ കാർബൺ ഉള്ളതിന്റെ 12 ഗ്രാം ആണെന്നറിയാം, അല്ലേ? അപ്പം CO2 12 ഗ്രാം ആണ് CO2 ടോട്ടൽ കാർബണിന്റെ വെയിറ്റ്, അല്ലേ? അത് ഇൻറ്റു നമുക്കിവിടെ ഉണ്ടായ CO2ന്റെ വെയിറ്റ്, അതായത് ഇവിടെ m2 എടുത്തേക്കാം, അത് ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്തേക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ടോട്ടൽ വെയിറ്റ്, അത് ഇൻറ്റു 100. അതായിരിക്കും എന്ത്? അതായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ വരുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ ഡയോക്സൈഡില് കാർബണിന്റെ മാസ് അത് ഇൻറ്റു നമുക്ക് ഉണ്ടായ കാർബൺ ഡയോക്സൈഡ് എത്ര ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടായി അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കിട്ടും. അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ, അല്ലേ? നമുക്കറിയാം വാട്ടർ മോളിക്യൂൾ ആണ്, അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് 18 ഗ്രാം ആണ്. അതിനകത്ത് എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്? 2 ഗ്രാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 2/18 ഇൻറ്റു m1, അതാണ് നമുക്ക് കിട്ടിയ വാട്ടറിന്റെ മാസ്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കിട്ടും. അപ്പൊ സിമ്പിൾ ലോജിക് ആണ്. എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതാണ് അവിടെ തന്നേക്കുന്നത്, കണ്ടോ? അടുത്ത നമുക്ക് പറയാനുള്ളത് നൈട്രജന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ആണ്. അപ്പൊ അതിന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ഡൂമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം ഡൂമാസ് മെത്തേഡ്. ദ നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് വെൻ ഹീറ്റഡ് വിത്ത് കോപ്പർ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഓഫ് കാർബൺ ഡയോക്സൈഡ് yields free nitrogen in addition to carbon dioxide in water. അപ്പൊ എന്താണ്? നമുക്ക് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എന്താണ്? നമ്മൾ കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫ്രീ നൈട്രജൻ ലിബറേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും? CO2 വാട്ടറും ഉണ്ടാവും. ഓക്കെ, traces of nitrogen oxides formed if any are reduced to nitrogen by passing the gaseous mixture over a heated copper gas. അപ്പൊ അതിന്റെ കൂടെ നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു, നൈട്രജൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിനെ ഒരു ഹീറ്റഡ് കോപ്പർ ഗോസിലൂടെ പാസ് ചെയ്ത് അതിനെ നമ്മൾ നൈട്രജൻ ആക്കി മാറ്റുന്നു. The mixture of gases so produced is collected over an aqueous solution of potassium hydroxide, which absorbs carbon dioxide. Nitrogen is collected in the upper part of the graduated tube. അപ്പൊ അതിന്റെ ഡയഗ്രാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ CO2 ഉള്ള അറ്റ്മോസ്ഫിയറിൽ
നമ്മൾ നൈട്രജൻ കണ്ടിന് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ CO വെച്ച് ഹീറ്റ് ചെയ്യുന്നു, അപ്പോൾ അവിടെ നൈട്രജൻ ഉണ്ടാകുന്നു. നൈട്രജൻ ഓക്സൈഡ് ഉണ്ടായാൽ അത് നമ്മുടെ കോപ്പർ ഗോസിലൂടെ കടത്തി വിടുമ്പോൾ അത് നൈട്രജൻ ആയിട്ട് മാറുന്നു. അപ്പൊ എന്താണ് ഇതിലൂടെ നമുക്ക് വാട്ടറും CO2 N2 കൂടെ വരുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്വസ് KOH ആണ്. അതിലേക്ക് നമ്മുടെ H2 CO2 കൂടെ രണ്ടും കൂടി ഈ സൊല്യൂഷനിൽ നിൽക്കുന്നു. ബാക്കിയുള്ള നൈട്രജൻ ഗ്യാസ് ഇവിടെ മേലെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ലെറ്റ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു m gram, വോളിയം ഓഫ് നൈട്രജൻ കളക്ടഡ് ഈക്വൽ ടു V1 gram, റൂം ടെമ്പറേച്ചർ ഈക്വൽ ടു T1 Kelvin. ഓക്കെ, അപ്പൊ ഇവിടെ വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP അത് ഈക്വൽ ടു P1 V1 ഇൻറ്റു 273/716 T1. ഇതെന്താണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഡയറക്ട്ലി നമ്മൾ ഇതാണ് ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് ഇൻറ്റു ചെയ്തത്. P1 V1 ബൈ T1 പറയാം. PV ഈക്വൽ ടു NRT എന്താണ് ഒരു അല്ലെ, NRT ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ P1 V1 ബൈ T1 നമ്മൾ രണ്ടിടത്ത് ഇക്വേറ്റ് ചെയ്യുന്നു. ഇപ്പൊ PV ബൈ T എന്ന് പറയുന്നത് എന്താണ്, ഒരു NR ആണ്, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. PV ബൈ T രണ്ടിടത്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. ഓക്കെ, ഈ P2 V2 T2 എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ P1 V1 ബൈ T1 എന്ന് പറയുന്നത് ഇവിടെ ഈ ട്യൂബിനകത്തുള്ള നൈട്രജന്റെ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത് P1 V1 ബൈ T1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് V1 എന്തെടുക്കാം? V1 ഈക്വൽ ടു ഈ 2-ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് വേണ്ടി PA എന്ന് എടുക്കാം. PA ഇൻറ്റു VA ബൈ TA. സോറി, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് V2 ആയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. V2 ഈക്വൽ ടു P1 V1 ബൈ T1 ഇൻറ്റു T2 ബൈ P2 എന്ന് വരും അല്ലേ. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് STPയിലുള്ള നൈട്രജന്റെ വോളിയാണ് വേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് വോളിയം കിട്ടി. T2 P2 എന്താണ് അറ്റ്മോസ്ഫിയറിക് STPയിലുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ T2 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 273 കെൽവിനും P2 എന്ന് പറയുന്നത് 760 mm ഓഫ് Hg ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. V2 ഈക്വൽ ടു P1 V1 ബൈ T1 ഇൻറ്റു 273/760. അപ്പൊ നമുക്ക് എന്താണ് STPയിലുള്ള നൈട്രജന്റെ വോളിയം കിട്ടി. ഓക്കെ, നമുക്ക് ആ വോളിയം കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര നൈട്രജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം 22.4 ലിറ്റർ ഓഫ് നൈട്രജൻ അല്ലേ. STPയിൽ 22.4 ലിറ്റർ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്? 1 മോൾ നൈട്രജൻ ആണ്, നൈട്രജൻ ഗ്യാസ് ആണ് അല്ലേ. അല്ലെങ്കിൽ എന്താ നമുക്ക് 28 grams ഓഫ് നൈട്രജൻ ആണ് നമുക്കറിയാം അല്ലേ. 22.4 ലിറ്റർ അല്ലെങ്കിൽ 22400 ml നമുക്ക് അതാണ് ലിറ്റർ. അതാണ് STPയിൽ 28 gram നൈട്രജൻ അല്ലേ. അല്ല, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന 1 ml എന്ന് എന്തായിരിക്കും? 1 ml എന്ന് പറഞ്ഞാൽ 28/22400 gram ഓഫ് N2 ആണ് അല്ലേ. അപ്പൊ നമുക്ക് V ആണ് നമുക്ക് കിട്ടിയ വോളിയം എങ്കിൽ, VML നമുക്ക് കിട്ടിയ വോളിയം എങ്കിൽ അപ്പൊ എന്താ കിട്ടും? V ഇൻറ്റു 28/22400 gram നൈട്രജൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയാം അല്ലേ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈ വോളിയം. ഈ വോളിയത്തിൽ ഇത്രയും വെയിറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈട്രജന്റെ വെയിറ്റ് കിട്ടി. നൈട്രജന്റെ വെയിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേഴ്സൻറ്റേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പേഴ്സൻറ്റേജ് VML നമുക്ക് ഇത്രയും ഗ്രാമാന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് അതിന്റെ മാസ് നമുക്ക് W എന്ന് എടുക്കാം. ഈ ഗേറ്റ് നമുക്ക് W എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് നൈട്രജൻ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? വെയിറ്റ് ഓഫ് നൈട്രജൻ ബൈ വെയിറ്റ് ഓഫ് ദി മോളിക്കുലർ കോമ്പൗണ്ട് ഇൻറ്റു 100 അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് നൈട്രജൻ കിട്ടി. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 28/22400 V ഇപ്പൊ വെയിറ്റ് കിട്ടി. അത് ഡിവൈഡഡ് ബൈ M ഇൻറ്റു 100. അതാണ് പേഴ്സൻറ്റേജ് ഓഫ് നൈട്രജനോട് വരുന്നത്. കണ്ടോ? നമ്മൾ ഗ്യാസ് കിട്ടുന്ന വോളിയത്തിന് നമ്മൾ അതിന്റെ വെയിറ്റ് ആക്കുന്നു.
എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓർഗാനിക് കോമ്പൗണ്ട് മാസ് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. ഇതാണ് എന്ത് ഡു മാസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എസ്റ്റിമേഷൻ ഓഫ് നൈട്രജനിൽ ഡു മാസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. അടുത്ത നമുക്ക് പറയാനുള്ളത് ജെൽഡാൽസ് മെത്തേഡാണ്. ജെൽഡാൽസ് മെത്തേഡ്, ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം എന്താണ് നമുക്ക് വേണ്ട കോമ്പൗണ്ട് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, നൈട്രജൻ ദ കോമ്പൗണ്ട് gets converted to ammonium sulfate. The resulting acid mixture is then heated with the excess of sodium hydroxide. The liberated ammonia gas is absorbed in an excess of standard solution of sulfuric acid. The amount of ammonia produced is determined by estimating the amount of sulfuric acid consumed in the reaction. It is done by estimating. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എന്താണ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്, അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഈ അമോണിയം സൾഫേറ്റിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ നമുക്ക് NH3 കിട്ടും. ഓക്കെ, ആ NH3 നമ്മൾ വീണ്ടും എന്താണ് ആ NH3 നമ്മൾ വീണ്ടും ബാക്കിയുള്ള സൾഫ്യൂരിക് ആസിഡ്, ഇപ്പൊ ഇവിടെ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിലായിട്ട് നമ്മൾ H2SO4 റിയാക്ട് ചെയ്തല്ലോ, അതൊരു VML ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, VML നമുക്കൊരു എത്രയോ റിയാക്ട് ചെയ്ത് ബാക്കിയുള്ള H2SO4 ആയിട്ട് എന്താണ് നമ്മൾ ഈ അമോണിയ റിയാക്ട് ചെയ്യും. അപ്പൊ അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കട്ടെ അമോണിയം സൾഫേറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര H2SO4 ഇവിടെ റിയാക്ട് ചെയ്തു എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിനുള്ള പരിപാടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ മൊളാരിറ്റി നമ്മൾ M ആയിട്ട് എടുക്കുന്നു, അതിന്റെ വോളിയം നമ്മൾ V ആയിട്ട് എടുക്കുന്നു. അപ്പൊ ആലോചിക്കുക, നമ്മൾ ഓർഗാനിക് നമ്മൾ H2SO4 റിയാക്ട് ചെയ്ത് 2 NH3 ഉണ്ടായി. ഓക്കെ, അമോണിയം സൾഫേറ്റ് നമുക്ക് ഇവിടെ ഉണ്ടായി. ഓക്കെ, അപ്പൊ ആലോചിക്കാം, നമുക്ക് അമോണിയം സൾഫേറ്റ് ഇവിടെ ഉണ്ടായി. അപ്പൊ ഒരു അമോണിയം സൾഫേറ്റ് മോളിക്യൂൾ നമുക്ക് 2 NaOH ആയിട്ട് റിയാക്ട് ചെയ്യാം അല്ലേ, 2 NaOH റിയാക്ട് ചെയ്ത അവിടെ 2 അമോണിയം ഉണ്ടാകും. ഓക്കെ, ഇവിടെ റിയാക്ട് ചെയ്ത NaOHന്റെ വോളിയം നമ്മൾ V1 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ആലോചിക്കാം, ഒരു H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടായ അമോണിയം സൾഫേറ്റിനായിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് എത്ര NaOH വേണം, 2 NaOH വേണ്ടി വന്നു അല്ലേ. അപ്പൊ ആലോചിക്കുക, ഇവിടെ V1 എമൗണ്ട് ഓഫ് NaOH റിയാക്ട് ചെയ്തെങ്കിൽ ഇവിടെ എത്ര H2SO4 മേലെ റിയാക്ട് ചെയ്തു, V1 എമൗണ്ട് ഓഫ് NaOH റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെ ഇപ്പൊ എത്ര H2SO4 റിയാക്ട് ചെയ്ത് കാണും, അതിന്റെ പകുതി എമൗണ്ട് ഓഫ് H2SO4 മേലെ റിയാക്ട് ചെയ്ത് കാണത്തുള്ളൂ. കാരണം ഒരു H2SO4 റിയാക്ട് ചെയ്തുണ്ടായ NH4 twice SO4 റിയാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 NaOH വേണ്ടി വന്നു അല്ലേ. അപ്പൊ 2 NaOH വേണ്ടി വന്നു ഒരു H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യും. ആ ലോജിക്ക് ആലോചിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇവിടെ V1 എമൗണ്ട് ഓഫ് NaOH റിയാക്ട് ചെയ്തെങ്കിൽ മേളിൽ എത്ര H2SO4 റിയാക്ട് ചെയ്ത് കാണും, V1/2 എമൗണ്ട് ഓഫ് H2SO4 മേലെ റിയാക്ട് ചെയ്ത് കാണും അല്ലേ. അപ്പൊ ബാക്കി അവിടെ എത്ര H2SO4 ഇനി ഉണ്ട്, Vയിൽ V1/2 റിയാക്ട് ചെയ്തു. അപ്പൊ V - V1/2 എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത്. ആ സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഇനി അത് റിയാക്ട് ഇവിടുത്തെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന H2SO4 ആണ്. അപ്പൊ നമുക്കറിയാം ഒരു V - V1/2 അല്ലെങ്കിൽ ആലോചിക്കുക, നമുക്ക് ഇവിടെ 2 NH3 ആയിട്ട് റിയാക്ട് ചെയ്യാൻ ഒരു H2SO4 മതി. ഓക്കെ അല്ലേ. അപ്പം ഇവിടെ V - V1/2 H2SO4 ഇവിടെ റിയാക്ട് ചെയ്തെങ്കിൽ, ഓക്കെ, V - V1/2 H2SO4 ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്തപ്പോൾ ഇവിടെ എത്ര അമോണിയ അപ്പൊ റിയാക്ട് ചെയ്യണം, അതിന് ഡബിൾ എമൗണ്ട് ഓഫ് അമോണിയ ഇവിടെ റിയാക്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ എത്ര അമോണിയ റിയാക്ട് ചെയ്യുന്നുണ്ട്, 2 × V - V1/2 എമൗണ്ട് ഓഫ് അമോണിയ ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ റിയാക്ട് ചെയ്ത അമോണിയയുടെ എമൗണ്ട് ഇവിടെ കിട്ടുന്ന 2 × V - V1/2 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. ആദ്യം നമ്മൾ NaOH റിയാക്ട് ചെയ്ത NaOHന്റെ എമൗണ്ട് നമ്മൾ V1 എന്ന് എടുത്തു ഇല്ലേ. V1 എന്ന് എടുത്തപ്പോ ഇവിടെ ആദ്യം റിയാക്ട് ചെയ്ത H2SO4 എമൗണ്ട് എന്തായിരിക്കും, V1/2 വരും. അപ്പൊ അവിടെ ബാക്കിയുള്ള H2SO4 എമൗണ്ട് V - V1/2 വരും.
അല്ലേ? ആ V-C1/2 ആണ് പിന്നെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ എത്ര H2SO4 പിന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ഡബിൾ എമൗണ്ട് ഓഫ് അമോണിയ അവിടെ റിയാക്ട് ചെയ്യും. അപ്പൊ ആ V-C1/2 ആണ് അവിടുത്തെ റിയാക്ട് ചെയ്യുന്ന H2SO4ന്റെ എമൗണ്ട് എങ്കിൽ പിന്നെ അവിടെ റിയാക്ട് ചെയ്യുന്ന അമോണിയയുടെ എമൗണ്ട് അതിന്റെ നേരെ ഡബിൾ 2 × V-C1/2 വരും. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ട് ചെയ്ത അമോണിയയുടെ എമൗണ്ട് നമുക്ക് 2 × V-C1/2 എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ആലോചിക്കുക 1000 ml × 1 മോളാർ എന്നുവെച്ചാൽ 1 ലിറ്റർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? MV ആണ്. അപ്പോൾ 1 മോളാർ × 1 ലിറ്റർ എന്താണ് നമ്പർ ഓഫ് മോൾസ് 1 വരും. നമുക്കറിയാം 1 മോൾ NH3 എത്ര ഗ്രാം ഓഫ് 17 എത്ര ഗ്രാം ഓഫ് നൈട്രജൻ ഉണ്ട്? 70 ഗ്രാം അല്ലേ? 70 ഗ്രാം ആണ് ടോട്ടൽ. 70 ഗ്രാം ആണ് 1 മോൾ NH3യുടെ വെയിറ്റ്. അതിനകത്ത് 14 ഗ്രാം ആണ് എന്ത്? നൈട്രജന്റെ വെയിറ്റ്. ഓക്കെ, അപ്പൊ അവിടെ എത്ര നൈട്രജൻ ഉണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, അത് പ്രപ്പോർഷൻ 17 ഗ്രാമിൽ 14 ഗ്രാം ആണ് നൈട്രജൻ. 17 ഗ്രാം NH3 14 ഗ്രാം ആണ് നൈട്രജൻ. അത് ഇൻറ്റു ഇപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഇവിടെ ഉണ്ടായി? നമ്മൾ എടുത്ത സൾഫ്യൂരിക് ആസിഡിന്റെ മൊളാരിറ്റി അത് ഇൻറ്റു വോളിയം, അത് കഴിയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടുമല്ലോ. 2 × V-V1/2. നമുക്ക് ഈ കിട്ടുന്ന വോളിയം എന്താണ്? ML ആയിരിക്കും നമുക്ക് കിട്ടുന്ന വോളിയം. അപ്പൊ അതിനെ ലിറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ താഴെ 1000. ഇത്രയും ഗ്രാം ഓഫ് നൈട്രജൻ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? ടോട്ടൽ ഇവിടെ മാസ് ഓഫ് നൈട്രജൻ കിട്ടിയാൽ പിന്നെ നമുക്ക് വേണ്ടത്? മാസ് ഓഫ് നൈട്രജൻ കിട്ടിയാൽ അത് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടാൻ വേണ്ടി അത് മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടുന്നു. അപ്പൊ അതെന്ത് ചെയ്യും? അത് കിട്ടാൻ വേണ്ടി 14/17 ഇൻറ്റു 2 × V-V1/2 ഡിവൈഡ് ബൈ 1000. അത് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് അത് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ. ഇതെന്തായിരുന്നു? ഇത് മാസ് ഓഫ് നൈട്രജൻ. അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഫൈനൽ ഫോർമുല ഇങ്ങനെ കിട്ടണം. ഓക്കെ, ഇതൊന്നുകൂടെ പറയാം. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഒരു എമൗണ്ട് ഓഫ് നമ്മളൊരു V എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. V എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ എത്ര എമൗണ്ട് ആയിട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്നു. അതുവഴി അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു അമോണിയം സൾഫേറ്റിന് 2 NaOH വെച്ച് റിയാക്ട് ചെയ്ത് നമുക്ക് അമോണിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് NaOH റിയാക്ട് ചെയ്തോ അതിന്റെ പകുതി എമൗണ്ട് ഓഫ് H2SO4 മേലെ റിയാക്ട് ചെയ്ത് കാണത്തുള്ളൂ അല്ലേ? ഇവിടെ V1 എമൗണ്ട് ഓഫ് NaOH റിയാക്ട് ചെയ്തെങ്കിൽ ഇവിടെ V1/2 എമൗണ്ട് ഓഫ് H2SO4 റിയാക്ട് ചെയ്തുള്ളൂ. അപ്പൊ ഇവിടെ ടോട്ടൽ ഇപ്പൊ എത്ര സൾഫ്യൂരിക് ആസിഡ് അൺറിയാക്ട് ചെയ്ത് കിടപ്പുണ്ട്? ആദ്യം ഉണ്ടായിരുന്ന വോളിയം V, അത് മൈനസ് V1/2 എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉണ്ട്. ആ സൾഫ്യൂരിക് ആസിഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എത്ര സൾഫ്യൂരിക് ആസിഡ് ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ഡബിൾ എമൗണ്ട് ഓഫ് അമോണിയ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ ഡബിൾ എമൗണ്ട് ഓഫ് അമോണിയ എത്രയായിരിക്കും? ഇത്രയും 2 × V-C1/2 എമൗണ്ട് ഓഫ് എന്താണ് അമോണിയ ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്ത അമോണിയയുടെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെയിറ്റ് ഓഫ് നൈട്രജൻ എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ഓഫ് നൈട്രജൻ നമ്മൾ നൈട്രജൻ ഇവിടെ എത്ര റിയാക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എന്താണ് 17 ഗ്രാം അമോണിയയിൽ 14 ഗ്രാം എന്താണ് നൈട്രജൻ ആണ് ഉള്ളത്. അപ്പം 14/17 ഇൻറ്റു എടുത്ത സൾഫ്യൂരിക് ആസിഡിന്റെ മൊളാരിറ്റി ഇൻറ്റു റിയാക്ട് ചെയ്ത അമോണിയയുടെ വോളിയം. ആ വോളിയം മില്ലി ലിറ്ററിലാണ് ഉള്ളത്, അതിന് ലിറ്റർ ആക്കാൻ നമ്മൾ 1000 ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് നൈട്രജൻ എത്ര? ആ കോമ്പൗണ്ടിലുള്ള നൈട്രജന്റെ വെയിറ്റ് കിട്ടി. ഇനി പെർസെന്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സാധനത്തിന് നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്ത് അത് ഇൻറ്റു 100 ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ജെൽഡാൽസ് മെത്തേഡിന്റെ തിയറി എന്നുള്ളത്. ഓക്കെ, പിന്നെ ജെൽഡാൽസ് മെത്തേഡ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ്? നൈട്രജൻ ഗ്രൂപ്പ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ളത് നൈട്രോയോ അസോ ഗ്രൂപ്പോ ഒക്കെ ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ റിങ്ങിലുള്ള നൈട്രജൻ ഗ്രൂപ്പ് ആണെങ്കിൽ, പിരിഡിൻ എക്സാമ്പിൾ ആണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള നൈട്രജൻ ഗ്രൂപ്പ് ഉള്ള എന്താണ് ഇത് വെച്ച് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള
അങ്ങനെയുള്ള നൈട്രജനെ നമുക്ക് അവിടെ അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല ഈ കണ്ടീഷൻസ്. അപ്പൊ അമോണിയം സൾഫേറ്റ് ആയില്ലെങ്കിൽ എന്താണ് അത് NaOH റിയാക്ട് ചെയ്യത്തില്ല, അമോണിയം ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ കേസിൽ നമുക്ക് ജെല്ലാൽസ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.